വെൽക്കം ടു ഷെഫ് സിറമ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്രെഡും പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഴുത്ത് പോയതെടുക്കരുത്. ഒരു മീഡിയം ടൈപ്പ് പഴുപ്പുള്ള പഴം തന്നെ എടുക്കുക. അതിനുശേഷം പഴം ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ബെല്ലൈക്കണും കൂടിയുണ്ട്, അതുകൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക, അതായത് നെയ്യ്. ഇനി നിങ്ങൾക്ക് ഗീക്ക് പകരം ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കുക. പഴം ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പഴം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമ്മുടെ പഴം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതിട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര പഴത്തിലൊക്കെ ഒന്ന് പിടിച്ച് മെൽട്ടായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ നടുഭാഗത്ത് ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ഇതിലേക്ക് തേങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മുട്ടയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക. എനിക്ക് കിട്ടിയ ബ്രെഡ് അത്ര പോരാ. അപ്പോൾ ഇതിൻ്റെ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സൈഡൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇതേപോലെ 1-2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം മറ്റേ ബ്രെഡും കൂടി ഇതേപോലെ അടച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ ബ്രെഡ് അങ്ങ് പൊടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അവസാനത്തെ 2 ബ്രെഡ് അങ്ങനെ ചെയ്തിട്ടില്ല. കണ്ടോ? ഇനി 2 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതിട്ട് കൊടുക്കുക. കറുവപ്പട്ട പൊടിച്ചതിൻ്റെ ഫ്ലേവർ നല്ലതാണ് ഇതിലേക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് മുക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു സൈഡ് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 1-2 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി വരും. ഇപ്പോൾ മറ്റേ സൈഡും ബ്രൗണായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഒരു 15 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് വൈകുന്നേരം 4 മണിക്കൊക്കെ ചൂടോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത കിടിലൻ ഐറ്റമായിട്ട് വരുന്നത് വരെ ബൈ.